നമസ്കാരം. ചിലരിലുള്ളൊരു പ്രോബ്ലമാണ് ഈ വായിൽ സ്മെല്ല് വരുന്നത്. ഒരു പക്ഷേ നമുക്കത് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. നമ്മൾ അടുത്തെങ്കിലും സംസാരിക്കുമ്പോഴോ നമ്മളടുത്ത് ആരെങ്കിലും കിടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഒക്കെ അവർക്കായിരിക്കും നമ്മളെക്കാട്ടിയും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മളുള്ള റെസ്പെക്റ്റോ സ്നേഹമോ ഒക്കെ നമ്മളോടത് പറഞ്ഞെന്നിരിക്കത്തില്ല. നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് ഒരുപാട് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കാര്യം നമ്മൾ കൂടുതലും മീറ്റും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ പല്ലിൻ്റെ ഇടയ്ക്ക് കയറി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് അങ്ങേറ്റവും ഇങ്ങേറ്റവും ഒക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പോയി കിടക്കാറാണ് പതിവ്. അങ്ങനെയല്ല, നമ്മളുടെ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സാധനങ്ങളെ, അഴുക്കുകളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞ് കഴുകി മൗത്ത് വാഷൊക്കെ കഴിയതിന് ശേഷമാണ് നമ്മൾ പോയി കിടക്കുന്നതെങ്കിൽ ഒരു ബാക്ടീരിയയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഫോം ചെയ്യാതെയും നമ്മളെ പല്ല് കേടാകാതെയും വായിൽ സ്മെല്ല് വരാതെയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിൽ വരെ പോയിട്ട് അഴുക്കെടുത്ത് കളയുന്നതാണ്. അതിനകത്ത് തന്നെ ടൂത്ത് പിക്കും ഉണ്ട്, നമുക്ക് കുത്തിയും കളയാം. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് ഒരു ബ്രഷ് പോലാണ് ഇത് ഇരിക്കുന്നത്. ഇതും വെച്ച് നമുക്ക് കുത്തിയെടുത്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ടൂത്ത് പിക്കിൽ തന്നെ ഒരു പാർട്ടിൽ നമുക്കിതുപോലെ ബ്രഷ് പോലുള്ളൊരു കാണാം, ഒരു പാർട്ടിൽ നല്ല ഷാർപ്പായിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് കുത്തി കളയാവുന്ന. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റായിട്ട് മാറ്റി എടുക്കാവുന്നതും ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് വെച്ചാണ് പല്ല് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ബ്രഷ് വെച്ച് മാത്രം ചെയ്താൽ പോരാ, നമ്മളുടെ വിരൽ വെച്ചിട്ട് നമ്മളുടെ ഗമ്മ് നന്നായിട്ട് തേച്ച് കഴുകാനായിട്ട് നോക്കണം. കാര്യം ഈ മോണയിലും അഴുക്കിരിക്കും. ഈ ബ്രഷ് വെച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല്ല് മാത്രമാണ് അഴുക്ക് കളയുന്നത്. മോണയിലെ അഴുക്ക്, ഗമ്മിലുള്ള അഴുക്കെല്ലാം അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴും നമുക്ക് വായ്നാറ്റം വരും. അതുപോലെ തന്നെ നാക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് മൗത്ത് വാഷ് വാങ്ങിക്കാനായിട്ട് കിട്ടും. 1-2 തവണ തന്നെ രാവിലെയും രാത്രിയൊക്കെ അത് വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏലക്ക ഒരു ദിവസം 1-2 നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും, വായിൽ നല്ല മണമായിരിക്കും വായിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ ആരുടെയും മുന്നിൽ പോയി നിന്ന് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ, ബൈ.